ഹായ് ഗൈസ്, എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ എക്സലിലെ ഡേറ്റ എൻട്രി എങ്ങനെ വളരെ ഈസി ആയിട്ടും വളരെ ഇൻട്രാക്റ്റീവ് ആയിട്ടും നമുക്ക് ചെയ്യാമെന്നാണ് ഞാൻ ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ എക്സലിൽ നമ്മൾ യൂസ് ചെയ്യുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഡേറ്റ എൻട്രി ചെയ്യുകയും ആ ഡേറ്റ സേവ് ചെയ്ത് വെക്കാൻ വേണ്ടിയാണ് നമ്മൾ എക്സൽ യൂസ് ചെയ്യുക. ഇപ്പോൾ നമ്മൾ നോർമലായിട്ട് ഡേറ്റ എൻട്രി ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ നെയിം, ഫാദേഴ്സ് നെയിം, ലൊക്കേഷൻ, ഡിപ്പാർട്ട്മെൻറ്റ്, സാലറി ഇവിടെ നമ്മൾ എൻ്റർ ചെയ്യുകയാണെങ്കിൽ നമ്മൾ നോർമലായിട്ട് നമ്മൾ ഹൊറിസോണ്ടലായിട്ട് ടൈപ്പ് ചെയ്ത് എൻ്റർ ചെയ്ത് പോവുകയാണ് നമ്മൾ നോർമലായിട്ട് ചെയ്യുക. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വളരെ ഇൻട്രാക്റ്റീവ് ആയിട്ടൊരു ഡേറ്റ ഫോം വെച്ച് നമുക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വളരെ കൃത്യമായിട്ടും നമുക്ക് കുറച്ചുകൂടി ആക്യുറേറ്റ് ആയിട്ട് നമുക്ക് ഡേറ്റ എൻ്റർ ചെയ്യാൻ സാധിക്കും. ഡേറ്റ ഫോംസ് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഹൊറിസോണ്ടൽ സ്ക്രോളിങ്ങും വെർട്ടിക്കൽ സ്ക്രോളിങ്ങും വളരെ എഫിഷ്യൻ്റ് ആയിട്ട് ചെയ്യാൻ സാധിക്കും. അതോടൊപ്പം തന്നെ നമ്മുടെ ഡേറ്റ എൻട്രിയിലുള്ള മിസ്റ്റേക്സ് നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. ഇവിടെ ഇപ്പോൾ നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ കോളം ഹെഡേഴ്സ് ആയിട്ട് വളരെ കുറച്ച് 5 കോളംസേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഡേറ്റ എൻട്രി ചെയ്ത് പോകാൻ സാധിക്കും. നേരെ വെച്ച് നിങ്ങൾ ഈ ഷീറ്റിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ നോക്കുകയാണെങ്കിൽ ഈ ഷീറ്റിൽ നിങ്ങൾക്ക് കുറേയധികം കോളം ഹെഡേഴ്സ് കാണാം. അപ്പോൾ ഈ കുറേയധികം കോളം ഹെഡേഴ്സ് ഉള്ളപ്പോൾ നമുക്ക് ഡേറ്റ എൻട്രി ചെയ്ത് വരുമ്പോൾ നമുക്ക് കുറേ തവണ ഹൊറിസോണ്ടലായിട്ട് സ്ക്രോൾ ചെയ്യേണ്ടി വരും. അതോടൊപ്പം തന്നെ വെർട്ടിക്കലായിട്ട് സ്ക്രോൾ ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ ഹൊറിസോണ്ടൽ സ്ക്രോളിങ്ങും വെർട്ടിക്കൽ സ്ക്രോളിങ്ങും നമുക്ക് ഒഴിവാക്കാനും അതോടൊപ്പം തന്നെ മിസ്റ്റേക്സ് കുറയ്ക്കാനും നമുക്ക് ഡേറ്റ ഫോംസ് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് സാധിക്കും. അപ്പോൾ ഡേറ്റ ഫോംസ് ഞാൻ കാണിച്ചാൽ ഇതാണ് നമ്മളൊരു ഡേറ്റ ഫോം എന്ന് പറയുക. അപ്പോൾ നിങ്ങൾക്ക് ഇതിലേക്ക് നിങ്ങൾ ഡേറ്റ ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അത് നിങ്ങളുടെ കോളത്തിലേക്ക് ഫില്ലായി വരുന്നതെന്നാണ് ഡേറ്റ ഫോംസിൻ്റെ യൂസ്. അപ്പോൾ നമുക്ക് ഡേറ്റ ഫോംസ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് ഞാൻ പറയാം. വേറൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഡേറ്റ ഫോം എന്ന് പറയുന്ന ഓപ്ഷന് എക്സലിൽ ഡിഫോൾട്ടായിട്ട് എക്സലിലെ റിബൺസിൽ അവൈലബിൾ ആയിരിക്കത്തില്ല. ആ ഓപ്ഷൻ നമ്മൾ ഓപ്ഷൻസിൽ പോയിട്ട് എനേബിൾ ചെയ്താൽ മാത്രമേ എക്സലിൽ നമുക്ക് ഡേറ്റ ഫോം എൻ്റർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഞാൻ എങ്ങനെയാണ് ഈ ഡേറ്റ ഫോംസ് എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുന്നതെന്ന് കാണിക്കാം. ഡേറ്റ ഫോം എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാൻ വേണ്ടി നമ്മൾ ഫയൽസിലേക്ക് പോകുന്നു. ഫയൽസിൽ നിന്ന് ഓപ്ഷൻസിലേക്ക് പോകുന്നു. ഓപ്ഷൻസിൽ നിന്ന് ക്വിക്ക് ആക്സസ് ടൂൾ ബാർ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുന്നു. അവിടെ നമുക്കൊരു ഡ്രാഗ് ഡൗണിൽ നമ്മൾ കമാൻഡ് നോട്ട് ഇൻ ദ റിബണിൽ നോർമലായിട്ട് കാണാത്ത കമാൻഡ്സാണ് നമുക്ക് ഇവിടെ കിട്ടുക. ഇതിൽ നിന്ന് സ്ക്രോൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫോം എന്നൊരു കമാൻഡ് കിട്ടും. ആ ഫോം എന്ന കമാൻഡ് നിങ്ങൾ ആഡ് ചെയ്യുക കേട്ടോ. ഈ കമാൻഡ് നിങ്ങൾ ആഡ് പ്രസ് ചെയ്യുക. ആഡ് പ്രസ് ചെയ്തതിന് ശേഷം ഓക്കെ കൊടുക്കുക. ഇപ്പോൾ നിങ്ങളുടെ ക്വിക്ക് ആക്സസ് ടൂൾ ബാർ, ഇതാണ് ക്വിക്ക് ആക്സസ് ടൂൾ ബാർ. ഈ ക്വിക്ക് ആക്സസ് ടൂൾ ബാറിൽ നിങ്ങളുടെ ഈ ഫോം എന്ന ബട്ടൺ നിങ്ങൾക്ക് കൂടെ കാണാൻ സാധിക്കും. അപ്പോൾ ഫോം എന്ന ബട്ടൺ എങ്ങനെയാണ് എക്സലിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പോൾ നമുക്ക് ഇനി ഫോം യൂസ് ചെയ്ത് എങ്ങനെയാണ് ഡേറ്റ എൻ്റർ ചെയ്യേണ്ടതെന്ന് നോക്കാം. അതിനുവേണ്ടി നിങ്ങളുടെ ഡേറ്റയുടെ എല്ലാം കോളം ഹെഡേഴ്സ് നിങ്ങൾ എൻ്റർ ചെയ്ത് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതിനുശേഷം നിങ്ങൾ ഒരു കോളം ഹെഡറിൽ വെച്ചതിന് ശേഷം നിങ്ങൾ ഫോം എന്ന ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും കേട്ടോ. ഇവിടെ നിങ്ങളുടെ കോളം ഹെഡേഴ്സ് എല്ലാം ഇവിടെ വന്നിട്ടുണ്ട്. ഫസ്റ്റ് നെയിം, സെക്കൻഡ് നെയിം, ലൊക്കേഷൻ, ഡിപ്പാർട്ട്മെൻറ്റ്, ഏജ്, സെക്സ്, ഫാദേഴ്സ് നെയിം, മദർ നെയിം, ഫോൺ നമ്പർ, പിൻകോഡ് എല്ലാ നിങ്ങൾ കൊടുക്കേണ്ട എല്ലാ കാര്യങ്ങളും ഇവിടെ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഞാനൊരു എക്സാമ്പിളായിട്ട് ഞാൻ ടൈപ്പ് ചെയ്ത് കാണിക്കാം. ഡിപ്പാർട്ട്മെൻറ്റ് ഞാൻ ഫിനാൻസ് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് ഈ ഒറ്റ ഒരു ടാബിൽ തന്നെ എല്ലാ ഡേറ്റയും കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഈ രീതിയിൽ നിങ്ങൾ ഡേറ്റ എൻ്റർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് മിസ്റ്റേക്സ് വളരെ കുറവായിരിക്കും എന്നുള്ളതാണ് വേറൊരു കാര്യം. പിന്നെ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ ഈ ടോട്ടൽ സാലറിയുടെ ഒരു വാല്യൂ നിങ്ങൾക്ക് എൻ്റർ ചെയ്യാൻ പറ്റുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ഓൾറെഡി ഞാൻ ഫോമിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ബേസിക് പ്ലസ് കൺവീനിയൻസ് എലവൻസ് പ്ലസ് HRA ആണ് ടോട്ടൽ സാലറി. അതുകൊണ്ടാണ് നിങ്ങൾക്ക് അവിടെ ഡേറ്റ ഒന്നും വരാത്തത്. ഇനി ഞാൻ അടുത്തൊരു ഡേറ്റ എൻ്റർ ചെയ്യുന്നതിന് ഇവിടെ ന്യൂവിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ കേട്ടോ നമ്മുടെ ഡേറ്റ എല്ലാം ഓൾറെഡി എൻ്റർ ആയി കഴിഞ്ഞു. നമ്മളിവിടെ എൻ്റർ ചെയ്ത ഡേറ്റ നമ്മൾ എൻ്റർ ആയി കഴിഞ്ഞു. ഇതിനുശേഷം ഞാൻ ന്യൂ കൊടുത്തതിന് ശേഷം ഞാൻ ഫൈൻഡ് പ്രീവിയസ് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ഡേറ്റ നമ്മൾ എൻ്റർ ചെയ്ത ഡേറ്റ എല്ലാം ഇവിടെ കാണാൻ സാധിക്കും. ഇപ്പോൾ ഇവിടെ ഞാൻ എന്തെങ്കിലും ഒരു കാര്യം ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി അവിടെയും ചേഞ്ച് ആവുന്നതായിരിക്കും കേട്ടോ. എൻ്റർ അടിച്ചപ്പോൾ തന്നെ അത് ചേഞ്ച് ആയി, ഓട്ടോമാറ്റിക്കലി അത് ചേഞ്ച് ആയത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ ഞാൻ കുറച്ചധികം ഡേറ്റ ഇവിടെ എൻ്റർ ചെയ്തിട്ടുണ്ട്. അത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഈ ഡേറ്റ ഫോമിൽ ക്രൈറ്റീരിയ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതിൻ്റെ യൂസ് എന്താണെന്ന് പറയാൻ വേണ്ടിയാണ്. അതായത് നിങ്ങൾക്ക് ഇവിടെ നോക്കി കാണാം ജെയിംസ് കുര്യന് ഫൈൻ നെക്സ്റ്റ് കൊടുക്കുമ്പോൾ അടുത്ത ആൾ എല്ലാവരുടെയും ഡേറ്റ ഇവിടെ എൻ്റർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ബേസിക്ക് നോക്കുകയാണെങ്കിൽ 3 ആൾക്കാരുടെ ബേസിക്ക് നമുക്ക് 10,000-ൽ താഴെയാണ്. അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് ഇപ്പോൾ വലിയൊരു ഡേറ്റ സെറ്റ് ആണെങ്കിൽ അതെങ്ങനെയാണ് നമുക്ക് ഈസി ആയിട്ട് ഫൈൻഡ് ചെയ്യാമെന്ന് നോക്കാം. അതിനുവേണ്ടിയാണ് ഈ ക്രൈറ്റീരിയ എന്ന ഓപ്ഷൻ ഇട്ടുള്ളത്. ഞാൻ ക്രൈറ്റീരിയ കൊടുത്തിട്ട് ഇവിടെ ബേസിക്കലി വന്നിട്ട് ഞാൻ ലെസ് ദാൻ 10,000 എന്ന് കൊടുക്കുകയാണെങ്കിൽ എന്നിട്ട് ഞാൻ ഫൈൻഡ് പ്രീവിയസ് കൊടുക്കുന്നു. ദിനേശ് കുമാർ, ഹരിനാരായൺ, ഫിലിപ്പ് തോമസ് ഈ 3 പേരുടെയാണ് നമുക്ക് ബേസിക്ക് 10,000 കുറവുള്ളത്. നിങ്ങൾക്ക് നോക്കിക്കാണാം 9,000 പ്രീവിയസ് കൊടുക്കുമ്പോൾ 5,000 ഉള്ള ഹരിനാരായണൻ, പിന്നെയും പ്രീവിയസ് ഉള്ള 3,600 ഉള്ള ഫിലിപ്പ് തോമസ്. ഈ 3 പേരാണ് ബേസിക്ക് 10,000-ൽ താഴെയുള്ളത്.
അങ്ങനെ ഡിഫറെൻറ്റ് ക്രൈറ്റീരിയസ് ബേസ് ചെയ്ത് നമുക്ക് ഇവിടെ സെർച്ച് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഈ ഡേറ്റ ഫോംസിൻ്റെ വേറൊരു യൂസ്. ഈ ഡേറ്റ ഫോം യൂസ് ചെയ്യാൻ നിങ്ങൾക്ക് വളരെ ബോറിംഗ് ആയിട്ടുള്ള ഡേറ്റ എൻട്രി ടാസ്കുകൾ വളരെ ഈസി ആയിട്ടും പിന്നെ അതോടൊപ്പം തന്നെ വളരെ ഇൻട്രാക്റ്റീവ് ആയിട്ടും ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു. ഐ എം പോണി ജോർജ്.